ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീട്ടിൽ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കടലിൽ പോയി കൊഞ്ചിൻ്റെ വേട്ടയെന്ന് പറയാം. കൊഞ്ച് വേട്ടയെന്ന് തന്നെ പറയാം. കാരണം 10, 20, 30, 40 വള്ളങ്ങൾ പോയി എല്ലാ വള്ളങ്ങൾക്കും കൊഞ്ച് എന്ന് വെച്ചാൽ മുന്തിരിക്കൊല ഇങ്ങനെ എങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ആ രീതിയിലാണ് ഇന്ന് എല്ലാവർക്കും കൊഞ്ചുള്ളത്. പക്ഷേ വിലയ്ക്ക് കുറവെന്ന് വെച്ചാൽ വിലയ്ക്ക് കുറവില്ല. കാരണം 1400, 1300 ഈ വില പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഡിമാൻഡുള്ള കൊഞ്ചായതുകൊണ്ട് വിലയ്ക്ക് കുറവില്ല. പക്ഷേ എല്ലാവർക്കും കൊഞ്ചുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് എല്ലാവർക്കും കൊഞ്ചുണ്ട്. അപ്പോൾ കടൽപ്പുറം മുഴുവൻ കൊഞ്ച് കൊണ്ടൊരു വേട്ടയാണെന്ന് പറയാം. അപ്പോൾ കുറച്ച് പേർ ഐസിലിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട് നാളെ വിൽക്കാൻ വേണ്ടി. കാരണം അത്രത്തോളം കൊഞ്ച് വലയിൽ കയറിയതുകൊണ്ട് അവരിങ്ങനെ കളിച്ചെടുക്കുന്നത്, വലയിൽ നിന്ന് എടുക്കാൻ ഭയങ്കര സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഐസിലിട്ട് നാളെ രാവിലേക്ക് വിൽക്കുന്നവരുണ്ട്. പിന്നെ നാളെയും നല്ല ഇതിൽ കൊഞ്ചുണ്ട്. കാരണം ഇത് ശനിയാഴ്ച മുതലേ കൊഞ്ചുണ്ട്. അപ്പോൾ ഇന്നാണ് എല്ലാ വള്ളങ്ങളും ഇതിനു വേണ്ടി പോയത്. അപ്പോൾ എല്ലാവർക്കും കൊഞ്ച് അത്യാവശ്യം കൂടുതലുണ്ട്. ഇനി രാവിലെ വന്നിട്ട് ചൂര, പൊള്ളൽ, വാള അങ്ങനെയുള്ള എല്ലാ മീനും രാവിലെ 6 മണി, 4-5 മണി മുതൽ 10 മണി വരെ ഇതേ ചൂര, പൊള്ളൽ, വാള അങ്ങനെയുള്ള അതിൻ്റെ കൂടെയാണ് കൊഞ്ചുണ്ട്. പിന്നെ കണവായിട്ട് അങ്ങനെ എല്ലാ മീനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം വലിയ കൊഞ്ചാണ്. നമ്മൾ ഇന്ന് കിട്ടിയ എല്ലാം കൊഞ്ച് വലിപ്പമുള്ള കൊഞ്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തട്ടുമടിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ തട്ടുമടി കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ക്ലാത്തിയാണ്, നല്ല വലിപ്പമുള്ള വെള്ള ക്ലാത്തി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണവയുണ്ട്. കണവ കുറേശ്ശെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഓരോ വള്ളത്തിന് ഒരു ലക്ഷക്കണക്കിന് മീനാണ് ഇന്ന് കൊണ്ട് ഇറക്കിയത്. അത്രത്തോളം മീൻ ഇന്നുണ്ട്. അപ്പോൾ ചീര മീൻ അങ്ങനെ കുറേ മീനുകൾ ഓരോ സൈഡിൽ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയത് കുറച്ച്, നമുക്ക് മാത്രം പണി നല്ല കുറവായിരുന്നു. കാരണം നമ്മൾ സമയത്തിന് എത്താൻ കഴിഞ്ഞ മെഷീനെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് സമയത്ത് എത്താൻ കഴിയാതെ നമുക്ക് ചെറിയ രീതിയിൽ മീനുള്ളൂ. അപ്പോൾ നമ്മളത് കൊണ്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ക്ലാത്തിയും കുറച്ച് കണവയും അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ. വലിയ കണായ കിടന്ന് നമ്മൾ രാവിലെ മുതൽ പണിക്ക് പോയ സമയം മുതലേ കാറ്റ്, ഒരു സമയത്ത് മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു, ഒരു സമയത്ത് ശക്തമായ കാറ്റും കടലടിയും, ഭയങ്കരമായിട്ട് ശക്തമായ കാറ്റും കടലടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാറ്റൊന്ന് അടങ്ങിയതിന് ശേഷം നമുക്ക് മീൻ പിടിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ കിട്ടിയത് മീൻ വേസ്റ്റ് മീനാണ്, അതായത് നാക്കാടി എന്ന് പറയാം. നമ്മൾ അത്യാവശ്യം വില കുറവായിരിക്കും എങ്കിലും 200-300 ഉണ്ട്. പക്ഷെ നമുക്ക് കുറഞ്ഞ നാക്കാടി മീനായതുകൊണ്ട് ഞങ്ങൾ എന്തിട്ട് വെള്ളത്തിലിടുമ്പോൾ പറവകളൊന്നും എടുത്ത് കഴിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താറാവിന് അതേ ഐറ്റം പോലെ ഇരിക്കും. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വന്ന് എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിട്ടേ കണവ് കുറവാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ കണവയും മീനും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടപ്പുറത്ത് പോയിക്കൊണ്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റാണ് ഇട്ടത്. കാരണം ഫസ്റ്റ് ഇട്ട് ആരും കാണില്ല, അതുകൊണ്ട് ലാസ്റ്റ് എടുത്ത് ഇട്ടിരിക്കുകയാണ്.